ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ടൊരു യൂണിഫോം തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ആമിക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ്സിനൊക്കെ അവൾ ഡാൻസിനൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും അവൾക്ക് അവിടെ ഡാൻസ് സ്കൂളിലെ ഒരു യൂണിഫോം തയ്ക്കണം. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ആൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇതാണ്, അളവിനായിട്ട് തന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊരു ഫ്രോക്കാണത്. പിന്നെ അളവിന് തന്നിട്ടുള്ള ജീൻസാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ അളവൊക്കെ എടുത്തു. പിന്നെ നല്ല മെറ്റീരിയൽ എടുത്തു. ഇതിന് ലൈനിങ് ആവശ്യമില്ല, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഓരോന്നും നമ്മൾ മടക്കി ഏത് ഭാഗം കറക്റ്റ് ഒരു മീറ്ററാണ് അവർ മെറ്റീരിയൽ എടുത്ത് തന്നിട്ടുള്ളത്. അവർ മെറ്റീരിയൽ എടുത്ത് തന്നതാണ്, നമ്മൾ എടുത്തതല്ല. അപ്പോൾ 1 മീറ്ററാണ് എടുത്തു തന്നത്. ഓപ്പൺ ഇല്ലാത്ത എ ലൈൻ കുർത്തയാണ്, എ ലൈൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഏത് സൈഡിലേക്ക് തിരിച്ചും മറിച്ചും ഒക്കെ മടക്കി ഇട്ടാലാണ് വീതി ഉണ്ടാവുക എന്നുള്ളത്. ലെങ്ത്തും അത്യാവശ്യം വേണം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി അളവൊക്കെ എടുത്തു. അളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുവാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഫൈനൽ ലുക്ക് തരില്ല, കാരണം അവൾക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു ടോപ്പ് തയ്ക്കുന്നത്. ഫ്രോക്കൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട്, ഫ്രോക്കും പാവാടയും ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയായിരിക്കും അവൾക്കുള്ള ടോപ്പിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, കാരണം ഡാൻസ് കളിക്കാനല്ലേ, ഇപ്പോൾ സൈഡ് നല്ലപോലെ വേണം, വീതി വേണം, ലെങ്ത്തും. പെട്ടെന്ന് വളരുന്ന കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് നമ്മളൊരല്പം ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വലുതായിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു ലെങ്ത്തൊക്കെ ഇട്ട് പെട്ടെന്ന് കുട്ടികൾ ഹൈറ്റ് വയ്ക്കും. ഒരു 6 മാസം കൂടുമ്പോഴത്തേക്കും നല്ലോണം ഹൈറ്റ് വയ്ക്കും. അതിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കൈക്കൊക്കെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കുഴപ്പമില്ല. അന്നേരം നമുക്ക് അധികം വേസ്റ്റേജ് വരാത്ത രീതിക്ക് നമുക്ക് ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അധികം വേസ്റ്റൊന്നും വന്നിട്ടില്ല. എന്നാൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരും. പിന്നെ പാൻറ്റിൻ്റെ കാര്യം വരുന്നത്, പാൻറ്റ് നമുക്ക് ഓറഞ്ച് കളറാണ് ഷെയ്ഡ് വരുന്നത്. സാധാരണ പാൻറ്റാണ്, ചുരുക്കമൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് പാൻറ്റ് തുണിയൊന്ന് മടക്കിയൊക്കെ നോക്കി 4ആയിട്ടൊക്കെ മടക്കി നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു അളവ് ഇച്ചിരി കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ എടുത്ത് മാറ്റി വെച്ചപ്പോഴുണ്ടല്ലോ, തയ്ക്കാനായിട്ട് വന്ന് നൂല് ചുറ്റി ഇരുന്നപ്പോഴുണ്ടല്ലോ, അതാ എൻ്റെ മെഷീനിൽ പണി കിട്ടി. മെഷീൻ അനങ്ങണില്ല. എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ നാളെ പോകുമ്പോൾ തുണി സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുകയും വേണം. ഓണാക്കുമ്പോഴത്തേക്ക് E1 എറർ കാണിക്കുക. ഞാൻ ഒരു E1 എറർ ഇതുവരെ എൻ്റെ ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുക, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലേ. ഈ മെക്കാനിക്കിനെ വിളിച്ചാൽ എത്ര രൂപ ചിലവാകും എന്നൊക്കെയുള്ള ടെൻഷനിലാണ്. കയ്യിലാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്നെടുത്ത് കൊടുക്കാനും സമയവും ഇല്ല, ടൈമും ഇല്ല, പൈസയും നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മളിനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് കയ്യിൽ പൈസ വേണമല്ലോ, അത് ചെയ്യണം. ഇവിടെ അത് മലപ്പുറത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഏതാ മെക്കാനിക്കെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ ലാപ്പ് എടുത്ത് വെച്ച് എൻ്റെ വീഡിയോസ് നോക്കി, വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സൊല്യൂഷനും കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ E1 എറർ കാണിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ലോങ് വീഡിയോ, അത് വിശദമായിട്ടുള്ളൊരു വീഡിയോ മറ്റൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, ചാനലിൽ കയറി. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തുല്ലോ, കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാത്രിയിലാണ്, നല്ല വൈകിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ പോവുകയും വേണം. അതുകൊണ്ടിട്ട് ഒരു ധൃതിയാണ്, കാരണം മെഷീൻ ചീത്തയായി മൊത്തത്തിൽ വീഡിയോ എടുക്കാനോ അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കൊണ്ടുകൊടുത്ത് ഓളിട്ട് നോക്കി. അവൾക്ക് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു, പാകമായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെൽറ്റാണ്, ഇലാസ്റ്റിക്കാണ് നമ്മൾ ബെൽറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇച്ചിരി ഒരു ടൈറ്റായിരുന്നു. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആമിക്കുട്ടിയുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ഫോട്ടോ മാത്രമേ നമുക്ക് കിട്ടാതെ ഉള്ളൂ. അടുത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിലോ ഒക്കെ നമ്മൾ ആ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഓർഡേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർഡേഴ്സ് തരിക. അപ്പോൾ നമ്മൾ
നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും ചാനലിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.